പ്ലസ് ടുവിൽ എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതേവരെ വന്ന വീഡിയോസിലെല്ലാം ഏറ്റവും കൂടുതൽ പേര് കമൻറ്റ് ചെയ്തത് ഓർഗാനിക് എന്ന് തന്നെയാണ്. ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് ആണ്. ഓരോന്നായിട്ട് നമുക്ക് പറയാം. ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സിൽ ഓരോരോ റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഞാൻ പറയാൻ പോകുന്ന ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഫീനോളിൻ്റെ ഒരു 4 റിയാക്ഷനാണ്. ഒന്ന് ഫീനോളിൻ്റെ ഞാൻ നടുക്ക് വരയ്ക്കാം. ഫീനോൾ ഇവിടെ വരയ്ക്കാം. സ്ഥിരം എക്സാമിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീനോളിൻ്റെ 5 റിയാക്ഷൻ. 5 റിയാക്ഷൻ. ഒന്ന് ഫീനോൾ 5 എണ്ണമാണ്. ആദ്യം റിയാക്ട് ചെയ്യുന്നത് ചുമ്മാ നീട്ടി വരയ്ക്കാം. 5 എണ്ണം ഇല്ലേ. ഫസ്റ്റ് വൺ സിങ്ക് ഡസ്റ്റ്. അഞ്ചാമത്തെയാണ് താഴെ വന്നേക്കുന്നത്. അഞ്ചാമത്തത് ബ്രോമിൻ വാട്ടർ. ഓക്കെ. രണ്ടാമത്തത് 5-ാമത്തെയാണ്. രണ്ടാമത്തത്, 4-ാമത്തത്, 3-ാമത്തത്. നോക്കിക്കോ. രണ്ടാമത്തത്, 3-ാമത്തത്, 4-ാമത്തത്, 5-ാമത്തത്. രണ്ടാമത്തത് കോൺസെൻട്രേറ്റഡ് HNO3. 3-ാമത്തത് ഡയലൂട്ട് HNO3. 4-ാമത്തത് ബ്രോമിൻ ഇൻ CS2 കാർബൺ ഡൈസൾഫൈഡ്. ഇത്രയെണ്ണം സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന 5 എണ്ണം ഫീനോളിൻ്റെ 5 റിയാക്ഷൻ. ഒന്ന് ഫീനോൾ സിങ്ക് ഡസ്റ്റുമായിട്ട്, 2 ഫീനോൾ കോൺസെൻട്രേറ്റഡ് HNO3യുമായിട്ട്, 3 ഫീനോൾ ഡൈലൂട്ട് HNO3യുമായിട്ട്, 4 ഫീനോൾ ബ്രോമിനിൻ CS2യുമായിട്ട്, 5 ഫീനോൾ ബ്രോമിനും H2യുമായിട്ട്. ഇത് ബ്രോമിൻ വാട്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. ബ്രോമിൻ വാട്ടർ. ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് ഫീനോളും സിങ്ക് ഡസ്റ്റും ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ബെൻസീനാണ്. ബെൻസീനും ഇസഡനോയും സിങ്ക് ഓക്സൈഡും. അപ്പോൾ നമ്മുടെ ചോദിക്കാം, ഫീനോളിനെ എങ്ങനെ ബെൻസീനാക്കാം? ഫീനോളിനെ ബെൻസീനാക്കുന്ന എങ്ങനെ? ഇത് ബെൻസീനാണ്. പേരും കൂടെ പഠിച്ചു വെച്ചോണം, ബെൻസീൻ. ഫീനോളിനെ എങ്ങനെ ബെൻസീനാക്കുന്ന? ഫീനോളിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി? സിങ്ക് ഡസ്റ്റ്. ഫീനോളും സിങ്ക് ഡസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ബെൻസീൻ കിട്ടും. ബെൻസീനും സിങ്ക് ഓക്സൈഡും കിട്ടും. രണ്ടാമത് ഫീനോളും കോൺസെൻട്രേറ്റഡ് HNO3. ഫീനോളും കോൺസെൻട്രേറ്റഡ് HNO3 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ സാധനം OH അങ്ങനെ തന്നെ കാണും, മാറ്റമില്ല. ഇവിടെ ഒരു NO2 വരും, ഇവിടെ ഒരു NO2 വരും, ഇവിടെ ഒരു NO2 വരും. ഇത് നമ്മളൊരു പേര് വിളിക്കും. ഇതിനെ വിളിക്കുന്ന പേര് പിക്രിക് ആസിഡ് എന്നാണ്. അപ്പം ഫീനോളിനെ എങ്ങനെ പിക്രിക് ആസിഡ് ആക്കാം? ഫീനോൾ കോൺസെൻട്രേറ്റഡ് HNO3യുമായിട്ട് റിയാക്ട് ചെയ്താൽ ഫീനോളിൻ്റെ ഇത് 2-ാമത്തെ പൊസിഷൻ, ഇത് 4-ാമത്തെ പൊസിഷൻ, ഇത് 6-ാമത്തത്. 1, 2, 3, 4, 5, 6. 2-ലും 4-ലും 6-ലും NO2 വരും. ഇങ്ങനെ 2-ലും 4-ലും 6-ലും NO2 വരുമ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് പിക്രിക് ആസിഡ്. എന്നാൽ കോൺസെൻട്രേറ്റഡ് HNO3 ഡൈലൂട്ട് ആണെങ്കിൽ, നേർപ്പിച്ച HNO3 ആണെങ്കിൽ നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. ഒന്ന് ഇതാണ് ഫീനോള്. ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷൻ 2-ാമത്തെ പൊസിഷനിൽ NO2 വരും, പ്ലസ് ഫീനോളിൻ്റെ ഓപ്പോസിറ്റ് പൊസിഷനിലും NO2 വരും. ഇതിനെ വിളിക്കുന്ന പേര് ഓർത്തോ നൈട്രോ ഫീനോൾ. ഇതിനെ വിളിക്കുന്ന പേര് പാരാ നൈട്രോ ഫീനോൾ. അപ്പോൾ ഓർത്തോ നൈട്രോ ഫീനോളും പാരാ നൈട്രോ ഫീനോളും. അപ്പോൾ ഇതാണ് ഡൈലൂട്ട് HNO3 ആണെങ്കിൽ. ഇവിടെ അങ്ങനെയല്ല, കോൺസെൻട്രേറ്റ് ആണെങ്കിൽ എല്ലായിടത്തും വരും. ഡൈലൂട്ട് ആണെങ്കിൽ ഇവിടെ ആദ്യം വരും, പിന്നെ ഇവിടെ വരും. പിന്നെ ബ്രോമിനിൻ CS2 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇവിടെ OH, ഇവിടെ ബ്രോമിൻ വരും, പ്ലസ് ഇവിടെ OH, ഇവിടെ ബ്രോമിൻ വരും. ഇതിനെ വിളിക്കുന്ന പേര് ഓർത്തോ ബ്രോമോ ഫീനോൾ. ഇത് പാരാ ബ്രോമോ ഫീനോൾ. ഇതിനെ വിളിക്കുന്ന പേര് ഓർത്തോ ബ്രോമോ ഫീനോൾ. ഇതിനെ വിളിക്കുന്ന പേര് പാരാ ബ്രോമോ ഫീനോൾ. ഈ P എന്ന് പറഞ്ഞാൽ പാരാ എന്നാട്ടോ, ഓർത്തോയ്ക്ക് ഒരു O എന്ന് കൂടാം. എന്നാൽ ബ്രോമിനിൻ H2 ആണെങ്കിൽ അതാണ് പ്രശ്നം. ബ്രോമിനിൻ H2 വാട്ടറിനകത്തുള്ള ബ്രോമിൻ ആണെങ്കിൽ ഇവിടെയും ബ്രോമിൻ വരും, ഇവിടെയും ബ്രോമിൻ വരും, ഇവിടെയും ബ്രോമിൻ വരും.
2,4,6 ട്രൈബ്രോമോഫീനോൾ. ഇതിനെ വിളിക്കുന്ന പേര് 2,4,6 ട്രൈബ്രോമോഫീനോൾ. ഇതാണ് ഫീനോളിൻ്റെ 5 ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ. ഒന്നാമത്തെ റിയാക്ഷൻ സിങ്ക് ഡസ്റ്റുമായിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഫീനോൾ സിങ്ക് ഡസ്റ്റുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബെൻസീൻ കിട്ടും. അപ്പോൾ കൺവേർഷൻ ചോദിക്കാം, എങ്ങനെ ഫീനോളിനെ ബെൻസീൻ ആക്കാം? സിങ്ക് ഡസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി. എങ്ങനെ ഫീനോളിനെ പിക്രിക് ആസിഡ് ആക്കാം? ഫീനോള് കോൺസെൻട്രേറ്റ് HNO3 റിയാക്ടിൽ 2ലും 4ലും 6ലും NO2 വരും. എങ്ങനെ ഫീനോളിനെ ഓർത്തോ നൈട്രോ ഫീനോൾ ആക്കാം? ഡൈലൂട്ട് HNO3 മതി. എങ്ങനെ ഫീനോളിനെ ഓർത്തോ ബ്രോമോ ഫീനോൾ ആക്കാം? എങ്ങനെ ഫീനോളിനെ 2,4,6 ട്രൈബ്രോമോ ഫീനോൾ ആക്കാം? നിങ്ങളത് നോക്കിയാൽ മതി. സിങ്ക് ഡസ്റ്റ്, കോൺസെൻട്രേഷൻ, ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാം. കോൺസെൻട്രേറ്റ് ആണെങ്കിൽ എല്ലായിടത്തും മീൻസ് 2, 4, 6. ഡൈലൂട്ട് ആണെങ്കിൽ രണ്ടിടത്തും സെപ്പറേറ്റ് ആയിട്ട്. ബ്രോമിൻ വാട്ടർ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലായിടത്തും കൊടുക്കണം. ഇത് കണക്ക് 2,4,6. എന്നാൽ CS2 എന്നാണ് പറയുന്നത്, ബ്രോമിൻ CS2 കാർബൺ ഡൈ സൾഫൈഡ് എന്നാണ് പറയുന്നതെങ്കിൽ ആദ്യം അടുത്ത് കൊടുക്കുക, പിന്നെ ഓപ്പോസിറ്റ് കൊടുക്കുക. ഇതാണ് ഫീനോളിൻ്റെ 5 റിയാക്ഷൻസ്. സ്ഥിരം എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്ന 5 റിയാക്ഷൻസ്. ഓക്കെ, അത് എക്സാമിന് മസ്റ്റാണ്. 101% ചോദിക്കും. അതുകൊണ്ട് മസ്റ്റായിട്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഫീനോളിൻ്റെ 5 റിയാക്ഷൻ എക്സാമിന് ചോദിക്കുന്നതായതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഫീനോളിൻ്റെ 5 റിയാക്ഷനും പഠിച്ചിട്ടേ പോവാവൂ. ഓക്കെ ആണല്ലോ? അപ്പം ഇത് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. സിങ്ക് ഡസ്റ്റുമായിട്ടുള്ളത് കോൺസെൻട്രേറ്റ് HNO3, ഡൈലൂട്ട് HNO3, ദെൻ ബ്രോമിൻ CS2, ബ്രോമിൻ വാട്ടർ. ഇനി ഫീനോളിൻ്റെ 5 റിയാക്ഷനായി. ഇതാണ് നമുക്ക് ഫീനോളിൻ്റെ കേസിൽ കൂടുതലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ പറഞ്ഞത്. 5 റിയാക്ഷൻസ് ഫീനോളിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾ വരാൻ പോകുന്നത്. അടുത്ത ആളെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സ്ഥിരം കേട്ട് പരിചയമുള്ള ഒരാളാണ്. പേര് ലൂക്കാസ് ടെസ്റ്റ്. ലൂക്കാസ് ടെസ്റ്റ് സ്ഥിരം എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ലൂക്കാസ് ടെസ്റ്റ്. എന്താണ് ലൂക്കാസ് ടെസ്റ്റ്? ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഏതാണ് പ്രൈമറി ആൽക്കഹോൾ, ഏതാണ് സെക്കൻഡറി ആൽക്കഹോൾ, ഏതാണ് ടെറിഷറി ആൽക്കഹോൾ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്ത്? ലൂക്കാസ് ടെസ്റ്റ്. ഏതൊക്കെ യൂസ് ചെയ്യുന്ന? HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും, കോൺസെൻട്രേറ്റഡ് HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും. ഇതാണ് ലൂക്കാസ് റിയേജൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തോ ആക്ച്വലി ഇവിടെ ചെയ്യുന്ന ലൂക്കാസ് റിയേജൻറ്റിൽ അല്ലെങ്കിൽ ലൂക്കാസ് ടെസ്റ്റിൽ നമ്മൾ എന്തോ ചെയ്യുന്ന ആൽക്കഹോളിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആൽക്കഹോൾ, ROH. ആൽക്കഹോൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? കോൺസെൻട്രേറ്റഡ് HCl, അൺഹൈഡ്രസ് ZnCl2, സിങ്ക് ക്ലോറൈഡ്. എന്ത് സംഭവിക്കുന്നത്? ഈ OH മാറിയിട്ട് ആര് വരും? Cl വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന RCl ആണ്. ഈ പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ പ്രൊഡക്റ്റിൽ നിന്നാണ് അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ നമ്മൾ തിരിച്ചറിയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ 3 ബീക്കറുണ്ട്. ABC. ഒന്നിൽ പ്രൈമറി, അടുത്തതിൽ സെക്കൻഡറി, അടുത്തതിൽ ടെറിഷറി. ഈ 3 ബീക്കറിനകത്തോട്ടും നമ്മൾ എന്തിനു ഇട്ട് കൊടുക്കുന്നു? ലൂക്കാസ് റിയേജൻറ്റ്. ഇതാണ് ലൂക്കാസ് റിയേജൻറ്റ്. അതിനെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ടർബിഡിറ്റി, അതായത് ഇട്ട ഉടനെ തന്നെ ടർബിഡിറ്റി മീൻസ് മറ്റേ കഞ്ഞിവെള്ളം ഇല്ലേ, അത് കണക്കുണ്ടാവും. ടെറിഷറി ആണെങ്കിൽ പെട്ടെന്ന് ടർബിഡിറ്റി തരും. സെക്കൻഡറി ആണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ തരും. പ്രൈമറി ആണെങ്കിൽ തരത്തില്ല, ചൂടാക്കിയാൽ തരും. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത്. ലൂക്കാസ് ടെസ്റ്റിൽ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോൾസിനെ പരസ്പരം ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ റിയേജൻ്റ് എടുക്കുന്നു, എന്നിട്ട് എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു? നമ്മുടെ ഇതിനെ എടുക്കുന്നു, ലൂക്കാസ് റിയേജൻ്റ് ആഡ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ടർബിഡിറ്റി കിട്ടുന്നത് ടെറിഷറിയിലായിരിക്കും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ടർബിഡിറ്റി കിട്ടുന്ന ഏതിലായിരിക്കും? സെക്കൻഡറിയിലായിരിക്കും. ടർബിഡിറ്റി കിട്ടാത്ത ഏതിലായിരിക്കും? പ്രൈമറിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൂക്കാസ് ടെസ്റ്റ് ചോദിച്ചാൽ നിങ്ങൾ ലൂക്കാസ് ടെസ്റ്റ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോൾസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്ന റിയേജൻറ്റ് കോൺസെൻട്രേറ്റും സിങ്ക് ക്ലോറൈഡുമാണ് അൺഹൈഡ്രസ്. നമ്മൾ എന്നിട്ട് ഈ റിയാക്ഷൻ എഴുതണം. എഴുതിയതിന് ശേഷം പറയണം ടെറിഷറി ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി, സെക്കൻഡറി ആണെങ്കിൽ ടർബിഡിറ്റി 5 മിനിറ്റിന് ശേഷം, പ്രൈമറി ആണെങ്കിൽ ടർബിഡിറ്റി തരത്തില്ല. ഇതാണ് ലൂക്കാസ് റിയേജൻറ്റ്. ഓക്കെ, അപ്പോൾ അതുമായി ലൂക്കാസ് ടെസ്റ്റ്. ഈ ലൂക്കാസ് ടെസ്റ്റ് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് ലൂക്കാസ് റിയേജൻറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 2-3 ആൾക്കാരെയാണ്. ഒന്നാമത്തത് കോൺസെൻട്രേറ്റഡ് H2SO4.
കോൺസെൻട്രേറ്റഡ് H2SO4. ഇത് നമുക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ് ഈ കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം കോൺസെൻട്രേറ്റഡ് H2SO4 എന്താണെന്നുള്ളത്. കോൺസെൻട്രേറ്റഡ് H2SO4. അപ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയാണ്. കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൽക്കഹോൾസ് ആണ്. അപ്പം CH3 CH2OH എടുക്കുന്നു, ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? കോൺസെൻട്രേറ്റഡ് H2SO4. കോൺസെൻട്രേറ്റഡ് H2SO4 ആണെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ ആണ്. നമ്മൾ എവിടെ കേട്ടിട്ടുണ്ടല്ലോ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ. തൊട്ട് മുന്നേ നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ കേട്ടായിരുന്നല്ലോ. എവിടെയായിരുന്നു ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ കേട്ടോ? നമ്മൾ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ നമ്മൾ എവിടെ കേട്ടിട്ടുണ്ടായിരുന്നു? ഓർത്ത് നോക്കിക്കേ, അക്വസിലാണോ ആൽക്കഹോളിക്കാണോ? ആൽക്കഹോളിക് AOH. അവിടെ നമുക്ക് മറ്റേ റൂളൊക്കെ വന്ന് 2 ബീറ്റ വരുമ്പോഴത്തേക്ക് ഫേസ് ഓഫ് റൂൾ എടുക്കണം, ആൽക്കഹോളിക് AOH. അപ്പോൾ ഇവിടെയും ബീറ്റ ഹൈഡ്രജൻ, അപ്പം രണ്ടാമത്തെ കാർബണിലെ ഹൈഡ്രജനാണ് പോകുന്നത്. നടക്കുന്ന പ്രോസസ്സ് ഡീഹൈഡ്രേഷനാണ്. നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് കയ്യിൽ വീണാൽ പൊള്ളുമല്ലേ? എന്തുകൊണ്ടാണ് പൊള്ളുന്ന? ഡീഹൈഡ്രേഷൻ. കയ്യിലെ വെള്ളത്തിനെ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്തോളെ. അപ്പോൾ സെല്ല് നശിച്ചു പോകും, അതാ പൊള്ളുന്നത്. അപ്പം ബീറ്റ ഹൈഡ്രജൻ നമ്മൾ വെയിലൊക്കെ കൂടുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയിൽ നിന്ന് സ്കിന്നിൽ നിന്ന് വാട്ടർ വേപ്പർ എലിമിനേറ്റ് ചെയ്യുന്നുണ്ടാകും. അത് കണക്ക് തന്നെ നമ്മുടെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ മൊത്തം വേപ്പർ പോകുന്നത് നമുക്ക് പൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റഡ് H2SO4 ആണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ഡീഹൈഡ്രേഷൻ ആണ്. വാട്ടർ പോകണം. ഡീഹൈഡ്രേഷൻ മീൻസ് വാട്ടർ. എന്താ സമയത്ത് OH പോവും. നേരത്തെ ഹാലജൻ പോകും എന്നാണ് പറഞ്ഞത്, അതിന് പകരം OH പോവും. OH അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും. അതുകൊണ്ടാണ് ബീറ്റ എന്ന് പറഞ്ഞത്, ഹൈഡ്രജൻ. അപ്പോൾ ഇവിടുന്ന് OH ഇവിടുന്ന് വെച്ചാൽ അപ്പോൾ എന്ത് കിട്ടും? CH2 ഡബിൾ ബോണ്ട് CH2. ഇവിടെ CH2 ആവും, ഇവിടെ CH2 ഇടയ്ക്കിൽ ഡബിൾ ബോണ്ട് ആവും. സിമ്പിൾ സാധനം. വേറെണ്ണെന്താ CH3 CH2 CH2OH. പറഞ്ഞേ കോൺസെൻട്രേറ്റഡ് H2SO4. പറഞ്ഞേ OH പോവും, OH പോയി. OH അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടെ പോകും. പറഞ്ഞേ എന്ത് കിട്ടുമെന്ന്? CH3. ഇവിടുന്ന് ഹൈഡ്രജൻ പോകുമ്പോൾ പിന്നെ ബാക്കി CH മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് CH2 ഉണ്ട്. ഇവിടുന്നും പോയതുകൊണ്ട് ഡബിൾ ബോണ്ടാവും. കിട്ടി, എനിക്ക് കിട്ടി. സിമ്പിൾ. ഇനി ഒരെണ്ണം CH3 CHOH CH2 CH3. ഇത് കൊള്ളാമല്ലേ? കോൺസെൻട്രേറ്റഡ് H2SO4. നോക്കാം. OH പോവും. OH പോട്ടെ. OH അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണേ, 2 തൊട്ടടുത്ത കാർബൺ ഉണ്ട്. 1 2 തൊട്ടടുത്ത കാർബൺ ഉണ്ട്. അപ്പോൾ എന്താ? 2 പ്രൊഡക്റ്റ് കിട്ടും. അതിലൊന്ന് മേജർ, ഒന്ന് മൈനർ. സെയ്റ്റ്സ് ഓഫ് റൂൾ തന്നെ. അപ്പോൾ ഇവിടെ ഏത് റൂളുണ്ട്? സെയ്റ്റ്സ് ഓഫ് റൂൾ ഉണ്ട്. ഓക്കെ, പറഞ്ഞ 2 കിട്ടി. അതൊക്കെ ഇവിടുന്ന് പോകുന്ന ആദ്യം എഴുതാം. 1 CH2, ഒരെണ്ണം പോകുമ്പോൾ CH2 ആവും. ഡബിൾ ബോണ്ട് CH, ഇവിടുന്ന് അല്ലേ പോകുന്നത്, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആവും. CH2 CH3. ഇനി 2 പോകുന്ന പറഞ്ഞേ CH3 CH, OH പോയി, ഇവിടുന്ന് ഹൈഡ്രജൻ പോകും. ഡബിൾ ബോണ്ട് CH CH3. ഇവിടെ കൂടുതൽ കാർബൺ വരുന്ന സൈഡ് സ്റ്റേറ്റ്സ് ഓഫ് റൂൾ വെച്ചിട്ട്. അപ്പോൾ ഇത് മേജർ, ഇത് മൈനർ. സ്റ്റേറ്റ്സ് ഓഫ് റൂൾ. അപ്പം കോൺസെൻട്രേറ്റഡ് H2SO4 ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ ആണ്. നമ്മുടെ ഏതിൻ്റെ കണക്ക് തന്നെ, നമ്മൾ ആൽക്കഹോളിക് AOH കണക്ക് തന്നെ, ആൽക്കഹോളിക് AOH കണക്കാൻ ഒരു മാറ്റവും ഇല്ല. എന്താ? ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ തന്നെയാണ്. പക്ഷേ ഡീഹൈഡ്രേഷൻ ആണ്. ഇവിടെയും സ്റ്റേറ്റ്സ് ഓഫ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് കോൺസെൻട്രേറ്റഡ് H2SO4. മൂവിങ് ടു നെക്സ്റ്റ് വൺ. അപ്പോൾ ചോദിക്കും കേട്ടോ, ഇതെന്തുവാ? മെത്ത് എത്ത്. എത്തനോളിനെ എങ്ങനെ ഈഥീനാക്കാം? ഇത് എത്തനോളാണ്. എത്തനോളിനെ എങ്ങനെ ഈഥീനാക്കാം? ചോദിച്ച കൺവേർഷനാണ്, നമുക്ക് ചോദിച്ചിട്ടുള്ള കൺവേർഷനാണ്. എത്തനോളിനെ എങ്ങനെ ഈഥീനാക്കാം? എല്ലാവരും ഒരു നാളെ എത്തനോളിനെ എങ്ങനെ ഈഥീനാക്കാം? നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങൾ പഠിച്ചത് തന്നെ. പക്ഷേ എന്താ നിങ്ങൾക്ക് ഓർമ്മ വരാത്ത? നിങ്ങളത് മനസ്സിലാക്കിയില്ല. ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയില്ല. അതാ സംഭവം. പോട്ടെ, കൺവേർഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ ഞാൻ ക്ലിയർ ആക്കി തരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൺവേർഷൻ എന്ന് പറഞ്ഞ ഒറ്റൊരു വീഡിയോ മാത്രം ഇടാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ റിയേജൻ്റ് എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള റിയേജൻ്റ് ആണ്. റിയേജൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കുറേ എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു നെയിംഡ് റിയാക്ഷൻ പഠിക്കാം, എന്നിട്ട് റിയേജൻ്റ് പഠിക്കാം അല്ലേ? ഇപ്പം നമ്മൾ കുറേ എണ്ണമായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 നെയിംഡ് റിയാക്ഷൻസ് ആണ്. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫീനോളിൽ നിന്നാണ്. ഫീനോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 2 നെയിംഡ് റിയാക്ഷൻ.
രണ്ടും നിങ്ങൾക്കറിയാം, എക്സാമിൽ സ്ഥിരം ചോദിക്കുന്ന രണ്ട് റിയാക്ഷനാണ്. രണ്ട് റിയാക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഫീനോളിനെ NaOH പ്ലസ് CHCl3, NaOH സോഡിയം ഹൈഡ്രോക്സൈഡ്, CHCl3 ക്ലോറോഫോം. ഏത് റിയാക്ഷൻ? റെയ്മർ തെയ്മാൻ റിയാക്ഷൻ. ഇനി NaOH പ്ലസ് CO2 കാർബൺ ഡൈ ഓക്സൈഡ്, CHCl3ക്ക് പകരം കാർബൺ ഡൈ ഓക്സൈഡ്. റെയ്മർ തെയ്മാൻ റിയാക്ഷനും കോപ്സ് റിയാക്ഷനും. അപ്പോൾ നമുക്ക് നോക്കാം റെയ്മർ തെയ്മാൻ റിയാക്ഷനും കോപ്സ് റിയാക്ഷനും എങ്ങനെയാണെന്ന്. ആദ്യം റെയ്മർ തെയ്മാൻ റിയാക്ഷൻ നോക്കാം. NaOHും CHCl3 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദാണ്ട ബെൻസീറിങ് OH അതേ കണക്ക് തന്നെ കാണും. തൊട്ടടുത്ത കാർബണിൽ CHO ആവും. ഇവിടെ ബെൻസീറിങ് OH അതേ കണക്ക് തന്നെ കാണും. തൊട്ടടുത്ത കാർബണിൽ COOH ആവും. OHും COHും. രണ്ടിനെ നമ്മൾ പേര് വിളിക്കുന്നു. ഇതിൻ്റെ പേര് ഫീനോൾ, ഇതിൻ്റെ പേര് സാലിസിലിക് ആൽഡിഹൈഡ്. ഇത് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആൽഡിഹൈഡും സാലിസിലിക് ആസിഡും. ആഹാ, സൂപ്പർ. രണ്ടും കിട്ടി. സാലിസിലിക് ആൽഡിഹൈഡും കിട്ടി, സാലിസിലിക് ആസിഡും കിട്ടി. സാലിസിലിക് ആൽഡിഹൈഡും കിട്ടി, സാലിസിലിക് ആസിഡും കിട്ടി. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ട് നെയിം റിയാക്ഷനാണ്, റെയ്മർ തെയ്മാൻ റിയാക്ഷനും കോപ്സ് റിയാക്ഷനും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതും കഴിഞ്ഞു. എക്സാമിന് ചോദിക്കുന്നതാണ് രണ്ടെണ്ണം. ഡെഫിനിഷനായിട്ടും ചോദിക്കാം, അല്ലാതെയും ചോദിക്കാം കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി നിങ്ങൾ അധികം പഠിച്ചു വെക്കണ്ട, എക്സാമിന് 1-2 വട്ടം ചോദിച്ചിട്ടുള്ള ഒരാളാണ് ആസ്പിരിൻ. എന്താണ് ആസ്പിരിൻ? ആസ്പിരിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? എന്താണ് ആസ്പിരിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇത് നമുക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസ്പിരിൻ എന്താണ്? ആസ്പിരിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ആസ്പിരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡിനെയാണ് നമ്മൾ ആസ്പിരിൻ എന്ന് വിളിക്കുന്നത്. വേദനയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ആക്ച്വലി ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ സാലിസിലിക് ആസിഡിൽ നിന്നാണ്. COOH. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മളങ്ങോട്ട് സാലിസിലിക് ആസിഡ് ഉണ്ടാക്കുന്ന പഠിച്ചതേ ഉള്ളൂ. ഏത് റിയാക്ഷൻ ആയിരുന്നു? കോപ്സ് റിയാക്ഷൻ. എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ഫീനോളിൽ നിന്നാണ്. അപ്പോൾ നമ്മളത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫീനോളിനെ എങ്ങനെ ആസ്പിരിനാക്കി മാറ്റാമെന്നായിരിക്കും. അപ്പോൾ ഫീനോളിനെ ആദ്യം കോപ്സ് റിയാക്ഷൻ വഴി സാലിസിലിക് ആസിഡ് ആക്കണം, എന്നിട്ട് വേണം ആസ്പിരിൻ ആക്കാൻ. എന്നിട്ട് ഇത് അസറ്റിക് അൺഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അസറ്റിക് അൺഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ 2 അസറ്റിക് ആസിഡ്. ഇതാണ് അസറ്റിക് ആസിഡ്, CH3COOH. ഇത് വേറൊരു അസറ്റിക് ആസിഡായിട്ട് കമ്പൈൻ ചെയ്യും, CH3COOH. ഇതാ ഇവിടുത്തെ OHും ഇവിടുത്തെ Hും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തു. പിന്നുള്ളതെന്ന് പറഞ്ഞ് CH3COCH3. ഇതാണ് അസറ്റിക് അൺഹൈഡ്രൈഡ്. അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാ CH3COOCH3. സംഭവിക്കുന്ന ശ്രദ്ധിച്ച് നോക്കണതാ. ഇവിടുത്തെ OHും ഇത്രയും കൂടെ കമ്പൈൻ ചെയ്യും. എന്തുകൊണ്ടെന്ന് പറഞ്ഞേ? CH3COOH അസറ്റിക് ആസിഡ്. CH3COOH. ബാക്കി വരുന്നതെന്ന് പറഞ്ഞേ? ബെൻസീറിങ് അല്ലേ? ഇവിടെ COOH അങ്ങനെ തന്നെയുണ്ട്, O അവിടെ തന്നെയുണ്ട്, O. പിന്നെ ബാക്കി വരുന്നത് COCH3. ഇതിനെ വിളിക്കുന്ന പേരാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്, അല്ലെങ്കിൽ ഒരു കോമൺ വിളിപ്പേരുണ്ട്, എന്തുവാ? ആസ്പിരിൻ. ഇത് 3 മാർക്കിന് 2 വട്ടം നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ആസ്പിരിൻ. അപ്പോൾ ആസ്പിരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റൈൽ സാലിസിലിക് ആസിഡാണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് സാലിസിലിക് ആസിഡിൽ നിന്നാണ്. സാലിസിലിക് ആസിഡും അസറ്റിക് അൺഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അസറ്റൈൽ സാലിസിലിക് ആസിഡ് കിട്ടുന്നു. കാണാതെ പഠിച്ച് വെച്ചേക്കാം, വേറെ കാര്യമൊന്നുമില്ല. സിമ്പിൾ സാധനമാണെന്നേ. സ്ഥിരം ചോദിക്കുന്നതാണ്, സ്ഥിരം ചോദിക്കുന്നതാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം അടുത്തിലോട്ട് പോകുന്നു നമ്മൾ. ഇനി വേറൊരു നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ, ആൽക്കഹോൾസിൻ്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കാം.
ഏത് ആൽക്കഹോൾ ആയാലും കാർബണിൻ്റെ എണ്ണം, കാർബണിൻ്റെ നമ്പർ കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും. സെയിം നമ്പർ ഓഫ് കാർബൺ ആണെങ്കിൽ ബ്രാഞ്ച് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയും. അതായത് കുറേ എക്സാമ്പിൾ തരും കേട്ടോ നിങ്ങൾക്ക്. ഇപ്പം ഫോർ എക്സാമ്പിൾ മെത്തനോൾ, എത്തനോൾ, 2 പ്രൊപ്പനോൾ, 1 പ്രൊപ്പനോൾ അങ്ങനെ പറയും. അപ്പം 1 പ്രൊപ്പനോൾ, then ബ്യൂട്ടനോൾ ഇങ്ങനെയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് കാർബണിൻ്റെ എണ്ണം. മെത്തനോൾ എന്ന് പറയുമ്പോൾ 1 കാർബൺ, എത്തനോൾ എന്ന് പറയുമ്പോൾ 2 കാർബൺ, ഇവിടെ പ്രൊപ്പ് 3 കാർബൺ, ഇവിടെയും 3 കാർബൺ, ബ്യൂട്ടനോൾ 4 കാർബൺ. അപ്പോൾ എന്താ ബോയിലിംഗ് പോയിന്റ്? കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ്. അപ്പോൾ ഇയാളെക്കാട്ടിയും ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് ഇയാൾക്ക്, ഇയാളെക്കാട്ടിയും കൂടുതലാണ് 3 വരുന്ന ആൾക്ക്, 3 വരുന്ന ആളെക്കാട്ടിയും കൂടുതലാണ് 4. അപ്പോൾ ഏറ്റവും കൂടുതൽ 4-നാണ്. പിന്നെ അതിനുശേഷം കൂടുതൽ വരുന്നത് 3-നാണ്. പക്ഷെ നമ്മുടെ 2, 3 ഉണ്ട്. അപ്പോൾ സെയിം നമ്പർ ഓഫ് കാർബൺ ആണെങ്കിൽ ബ്രാഞ്ച് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയും. 1 പ്രൊപ്പനോൾ ബ്രാഞ്ച് ഇല്ല, 2 പ്രൊപ്പനോൾ ആയപ്പോൾ ബ്രാഞ്ച് ആയി. അപ്പോൾ ബ്രാഞ്ച് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പം നെക്സ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആർക്കാ? ഇയാൾക്കാണ്. കാരണം ഇയാൾക്ക് ബ്രാഞ്ച് ഇല്ല, ഇയാൾക്ക് ബ്രാഞ്ച് ഉണ്ട്. സെയിം നമ്പർ ഓഫ് കാർബൺ വരുമ്പോൾ മാത്രമേ ബ്രാഞ്ച് നോക്കാവൂ, അല്ലാതെ ബ്രാഞ്ച് നോക്കരുത്. കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും. സെയിം നമ്പർ കാർബൺ വന്നാൽ മാത്രമേ, ഇവിടെ ഇപ്പം ഇത് ഇങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഇയാൾക്ക്, പിന്നെ ഇയാൾക്ക്, പിന്നെ ഇയാൾക്ക്, പിന്നെ ഇയാൾക്ക്. അവിടെ നിങ്ങൾ എന്ത് നോക്കണ്ട? ബ്രാഞ്ച് ഒന്നും നോക്കണ്ട. 2 പ്രൊപ്പനോൾ ബ്രാഞ്ചായിട്ട് വന്നേക്കുക, പക്ഷെ 3 വരുന്ന വേറൊരു കാർബൺ ഇല്ല, അതുകൊണ്ട് ബ്രാഞ്ച് നോക്കണം. 2 പേർക്ക് കാർബണിൻ്റെ എണ്ണം സെയിം ആയിട്ട് വരുമ്പോൾ മാത്രമേ ബ്രാഞ്ച് നോക്കാം. അപ്പം എങ്ങനെ അസിഡിറ്റി ബോയിലിംഗ് പോയിന്റ് വരുന്ന? കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും. സെയിം നമ്പർ ഓഫ് കാർബൺ ആണെങ്കിൽ ബ്രാഞ്ച് നോക്കുക, ബ്രാഞ്ചിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയും. ഞാൻ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇപ്പം അതാണ് ബോയിലിംഗ് പോയിന്റിൻ്റെ കേസിൽ വരുന്നത്. ഇനി നമുക്ക് ഒരു 2 റിയേജൻറ്റും കൂടെ നമുക്ക് നോക്കാനുണ്ട്, 2-3 റിയേജൻറ്റും കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഒന്നാമത്തെ റിയേജൻ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കോൺസ്റ്റന്റ് H2SO4 എല്ലാം നോക്കിക്കഴിഞ്ഞു. ഒന്നാമത്തത് ഹൈഡ്രജൻ അയഡൈഡാണ്. പലപ്പോഴായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഈ ഹൈഡ്രജൻ അയഡൈഡിൻ്റെ കേസ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട. ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഹൈഡ്രജൻ അയഡൈഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈതർ ആയിരിക്കും തരുന്നത്, CH3O CH3, അല്ലെങ്കിൽ CH3O CH2 CH3, അല്ലെങ്കിൽ CH3O C6H5. ഇത് 3 നമുക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒന്നുമായിട്ട് HIയുടെ റിയാക്ഷൻ, HI. ഇത് 3 അല്ലാതെ വേറെ ഒന്നും നമുക്ക് ഇതേവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. ഇത് 3 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് 3 അങ്ങ് പഠിച്ചേക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് വന്നു കഴിഞ്ഞാൽ എളുപ്പം. ഒരിടത്ത് ഈ Oയുടെ ഇപ്പുറം വെച്ച് കട്ട് ചെയ്യുക, ഇവിടെ H കൊടുക്കുക, ഇവിടെ I കൊടുക്കുക എന്ന് പറഞ്ഞേ. CH3OH പ്ലസ് HI. രണ്ടിടത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ വന്നതുകൊണ്ടാണ്. രണ്ടിടത്ത് ഒരേ നമ്പർ ഓഫ് ഇഷ്ടമുള്ളിടത്ത് വെച്ച് കട്ട് ചെയ്യുക. Oയുടെ കൂടെ Hനെ കൊടുക്കുക, മറ്റേ ആളുടെ കൂടെ Iയുടെ കൊടുക്കുക. പക്ഷേ ഇവിടെ നോക്കി, ഒരിടത്ത് 1 കാർബൺ, ഒരിടത്ത് 2 കാർബൺ. അങ്ങനെ വരുന്ന കേസിൽ ഈ ഒരു കാർബൺ വരുന്ന സൈഡിൽ വെച്ച് കട്ട് ചെയ്യുക, കാർബൺ കുറഞ്ഞ സൈഡിൽ വെച്ച് കട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ I കൊടുക്കുക, മറ്റേ ആളുടെ കൂടെ H കൊടുക്കുക. കുറവ് കാർബൺ വരുന്ന സൈഡിൽ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? CH3Iയും കിട്ടും, പിന്നെന്തുവാ CH3 CH2OH കിട്ടും. ഇനി ഇവിടെ നോക്കി, ബെൻസി റിങ് ചെയ്തു. ബെൻസി റിങ്ങും ചെയിനും വന്നു കഴിഞ്ഞാൽ ചെയിനിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുക. റിങ്ങിന് അങ്ങനെ ഇട്ടേക്കുക. ഇവിടെ H കൊടുക്കുക, ഇവിടെ I കൊടുക്കുക, ഇവിടെ H കൊടുക്കുക. പറഞ്ഞേ, CH3Iയും ദെൻ C6H5OH. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രണ്ടിടത്തും കാർബണിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ ഇഷ്ടമുള്ളിടത്ത് വെച്ച് കട്ട് ചെയ്യുക. Oയുടെ കൂടെ Hനെ കൊടുക്കുക, മറ്റേ ആളുടെ കൂടെ I. രണ്ടിടത്തും ഡിഫറൻറ്റ് കാർബൺ ആണെങ്കിൽ കാർബൺ കുറഞ്ഞ സൈഡിൻ്റെ കൂടെ Hഉം, കാർബൺ കുറഞ്ഞ സൈഡിൻ്റെ കൂടെ Iയും, O വരുന്ന സൈഡിൻ്റെ കൂടെ Hഉം. കാർബൺ കുറഞ്ഞ സൈഡ് വെച്ച് കട്ട് ചെയ്യുക. റിങ്ങും ചെയിനോട് വരുന്നെങ്കിൽ ചെയിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുക. റിങ്ങിൻ്റെ അവിടെ കൂടെ O വരണം, അതിൻ്റെ കൂടെ H, മറ്റേയാളുടെ കൂടെ. സോ ഇത്രയുമാണ് നമുക്ക് ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സിൽ. പിന്നെ ഈതേഴ്സിലൊരു നെയിംഡ് റിയാക്ഷൻ ഉണ്ട്, വില്യംസൺ ഈതർ സിന്തസിസ് ആണ്. വില്യംസൺ ഈതർ സിന്തസിസ് അതും കൂടാണ് നമുക്ക് നോക്കാനുള്ളത്. പക്ഷെ നമ്മൾ വീണ്ടും ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് നമ്മൾ വീണ്ടും നോക്കും. വില്യംസൺ ഈതർ സിന്തസിസ്.
ഇത്രയേ ഉള്ളൂ. ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു, RONA, അതായത് ആൽക്കഹോളിൻ്റെ എച്ച് മാറിയിട്ട് എണ്ണ വരും. ഈ എണ്ണയും എക്സും കൂടെ ചേർന്ന് NaX പുറത്ത് എന്ത് കിട്ടും? ROR, ഈതർ കിട്ടും. ഇതാണ് വില്യംസൺ ഈതർ സിന്തസിസ്. ഇതാണ് ഈതർ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈതറിൻ്റെ പ്രിപ്പറേഷൻ. അപ്പം വില്യംസൺ ഈതർ സിന്തസിസ് നോക്കി വെച്ചൊക്കെ എക്സാമിന് പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സും ONAയും വരുന്നുണ്ടോ എന്ന് നോക്കുക. ആണെങ്കിൽ NAയും എക്സും കൂടെ പുറത്തു പോവും, ഇവർ തമ്മിൽ ജോയിൻ ആവും. ഇതാണ് വില്യംസൺ ഈതർ സിന്തസിസ്. അപ്പോൾ നോക്കേ, CH3Cl പ്ലസ് CH3ONA, ഇതാണ്ട് CL ഉണ്ട് ONA ഉണ്ട്. അപ്പോൾ ഈതറാണ്, വില്യംസണാണ്. NAയും CLയും കൂടെ പുറത്തു പോവും, CH3OCH3. ഇതാണ് വില്യംസൺ ഈതർ സിന്തസിസ്. അപ്പോൾ എന്താ, ആൽക്കഹോൾസ് ഫീനോൾസ് ഈതേഴ്സിൽ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആൽക്കഹോൾസ് ഫീനോൾസ് ഈതേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത? ഒന്ന്, ഫീനോളിൻ്റെ റിയാക്ഷൻ. ഫീനോളിൻ്റെ ഏതൊക്കെ റിയാക്ഷൻ? ഒന്ന്, HNO3, അത് ഏതൊക്കെ? ഡൈലൂട്ടും കോൺസെൻട്രേറ്റഡും. ദെൻ ബ്രോമിൻ CS2, ബ്രോമിൻ വാട്ടർ. ദെൻ സിങ്ക് ഡസ്റ്റ്, അല്ലേ? 5 എണ്ണം. ഇത് 2 എണ്ണം, ഇത് 2 എണ്ണം, ഇതൊരെണ്ണം. രണ്ടാമത് പഠിച്ച എന്തോ 2 നെയിംഡ് റിയാക്ഷൻ പഠിച്ചല്ലേ? റെയ്മർ തെയ്മാൻ റിയാക്ഷൻ, കോപ്സ്. മൂന്നാമതായിട്ട് എന്തോ പഠിച്ച? ആൽക്കഹോൾസിൻ്റെ ബോയിലിംഗ് പോയിന്റ്. നാലാമതായിട്ട് നമ്മൾ എന്തോ പഠിച്ച? ആൽക്കഹോൾസിൻ്റെ ബോയിലിംഗ് പോയിന്റ് കഴിഞ്ഞിട്ട് ആസ്പിരിൻ്റെ പ്രിപ്പറേഷൻ. ആസ്പിരിനെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അഞ്ചാമതായിട്ട് എന്തോ പഠിച്ച? ലൂക്കാസ് ടെസ്റ്റ്. ആറാമതായിട്ട് പഠിച്ച എന്തുവാ? HIയും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ വില്യംസൺ ഈതർ സിന്തസിസ്. ഇത്രയാണ് നമുക്ക് ഏതിനകത്ത് പഠിക്കാനുള്ളത്? ആൽക്കഹോൾസ് ഫീനോൾസ് ഈതേഴ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ.